ഹായ് ഹലോ ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷേക്കാണ് ഉണ്ടാക്കുന്നത്. ഇതിന് അധികം സാധനമൊന്നും വേണ്ട, നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ തന്നെ മതി. ഞാൻ 1/2 ലിറ്ററിൻ്റെ ഒരു പാല് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതായിട്ട് കട്ടയാക്കിയിട്ടുണ്ട്. പിന്നെ 2 പഴം എടുത്തിട്ടുണ്ട്. ഇത് ഞാണിപ്പൂവൻ പഴം കേട്ടോ, ഞാണിപ്പൂവൻ പഴം അല്ലെങ്കിൽ പൂവൻപഴം, ഇതിലേതിലൊക്കെ നമ്മൾ എടുക്കാവുള്ളൂ. ബാക്കി പഴത്തിനൊക്കെ ചെറിയ പുളി കാണും. പിന്നെ ഞാനൊരു 10 രൂപയുടെ ഒരു ഹോർലിക്സിൻ്റെ പാക്കറ്റും കൂടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബൂസ്റ്റ് ആണെങ്കിലും ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാം. പിന്നെ ഞാൻ അഡീഷണലായിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് ചോക്കോസ് ഇരിപ്പുണ്ടായിരുന്നു, ഞാൻ അതും കൂടെ കുറച്ച് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആകാൻ വേണ്ടി, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ എന്നിട്ട് മിക്സിയിൽ ഒരു ജാറിലോട്ട് ഇടുവാണ്. പാല് നമുക്ക് ഓവർനൈറ്റ് വെക്കണമെന്നില്ല, നമ്മൾ ഷേക്ക് ഉണ്ടാക്കുന്നതിന് ഒരു 3-4 മണിക്കൂർ മുമ്പ് വെച്ചാലും മതി. നമുക്ക് നന്നായിട്ട് കട്ടയായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഞാൻ ആ പഴവും കൂടി ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ ഇടാം, ഞാൻ ജസ്റ്റ് പെട്ടെന്ന് അരയാൻ വേണ്ടി സ്ലൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 2 പഴം സ്ലൈസ് ചെയ്തിട്ടു. പിന്നെ നമ്മുടെ ആ ഹോർലിക്സും പിന്നെ ബൂസ്റ്റ് ആണെങ്കിൽ ബൂസ്റ്റും, പിന്നെ എൻ്റെ കയ്യിൽ അഡീഷണൽ ആയിട്ടുള്ള ചോക്കോസ്, ഇതെല്ലാം കൂടി ഒരുമിച്ചായിട്ട് കൊടുത്ത്. പിന്നെ മധുരം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ ആഡ് ചെയ്യാം. ഞാനിവിടെ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. എന്നിട്ട് ഞാനത് അടച്ച് വെച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തു. ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി, പെട്ടെന്ന് തന്നെ അത് നമുക്ക് കിട്ടും. പിന്നെ നമ്മളിത് ഈ ഒരു തിക്നെസ്സിലാണ് കിട്ടിയേക്കുന്നത്. ഇത്രയും തിക്നെസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സോ അല്ലെങ്കിൽ തണുത്ത വെള്ളമോ ആഡ് ചെയ്താൽ മതി. അപ്പം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട്.